ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത മോർണിംഗ് തോട്ട്സിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം ശാരീരികമായി നല്ല ക്ഷേമമില്ലാതിരുന്നതിനാൽ മെസ്സേജ് ഇടുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവം ഇത്രത്തോളം സൗഖ്യം തന്നതുകൊണ്ടാണ് ഇന്ന് മെസ്സേജ് ഇടുവാനായിട്ട് കഴിഞ്ഞത്. എല്ലാവരും എളിയവനെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. നമുക്കിന്നത്തെ ആരാധന ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 2-ാം അധ്യായം 4, 5, 7 വാക്യങ്ങൾ വായിക്കും. അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം. നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ട് ആയിരിക്കണം. നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കണം. ഈ വായിച്ച 3 വാക്യങ്ങളിലും സമാനമായ ചില പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അടുപ്പത്ത് വെച്ച് ചുട്ടത്, ചട്ടിയിൽ ചുട്ടത്, അതുപോലെ ഉരുളിയിൽ ചുട്ടത്. ഈ 3 നിലയിൽ ഉണ്ടാക്കിയ ഭോജനയാഗത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ വാക്കുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെ ചുട്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്കിവിടെ ഞാൻ ആ ക്രമം ഒന്ന് ചെറുതായിട്ട് തിരിക്കുകയാണ്. ആദ്യം ഉരുളിയിൽ ചുട്ടതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കറിയാം, ഉരുളി എന്ന് പറയുന്നത് വലിയ ഒരു പാത്രമാണ്. അത് സാധാരണ കല്യാണ വീടുകളുടെ അടുപ്പത്ത് അല്ലെങ്കിൽ കിച്ചണിൽ അത് കാണാനായിട്ട് കഴിയും. അതിനകത്ത് ഒന്നുകിൽ ചോറോ അതല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ വേകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ആർക്കും കാണാവുന്ന നിലയിലാണ് അത് വെച്ചിരിക്കുന്നത്. ആർക്കും കാണാം, അവിടെ വരുന്ന ആർക്കും കാണാം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, ഉദാഹരണത്തിന് മുൾക്കിരീടം വെച്ചത്, കണ്ണുകെട്ടി തല്ലിയത്, മുഷ്ടി ചുരുട്ടി ഇടിച്ചത്, കന്നത്തടിച്ചത്, മുഖത്തെ രോമം വലിച്ചു പറിച്ചത്, മുഖത്ത് കാർക്കിച്ച് തുപ്പിയത്, വിലാവിൽ കുന്തമെടുത്ത് കുത്തിയത്, പുറം ചമ്മട്ടി എന്ന് പറയുന്ന മാരകമായ ആയുധം കൊണ്ട് അടിച്ച് കീറിയത്, കൈകാലുകളിൽ ആണി തറച്ചത്, ഇതെല്ലാം എല്ലാവർക്കും കാണാവുന്ന നിലയിലാണ് കർത്താവ് അനുഭവിച്ചത്. അതിന് യാതൊരു രഹസ്യ സ്വഭാവവുമില്ല, എല്ലാവർക്കും കാണാം. അത് കർത്താവ് ദേഹത്തിൽ അനുഭവിച്ച കഷ്ടതകളാണ്, പീഡനങ്ങളാണ്. ഇനി ഇതേ കർത്താവ് ദേഹിയിലും കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അനുഭവിച്ചത്? ദേഹിയിൽ അനുഭവിച്ചത് എങ്ങനെയാ? നമ്മളിവിടെ വായിച്ച വേദഭാഗത്ത് 5-ാം വാക്യത്തിൽ കണ്ടു, ചട്ടിയിൽ ചുട്ടത്. ചട്ടി എന്ന് പറയുന്നത് വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. സാധാരണ ചട്ടി എന്ന് കേൾക്കുമ്പോഴേ മീൻകറിയുടെ കാര്യമാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. മീൻകറി ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുന്നില്ല. അത് കുറച്ച് പേർക്ക് മാത്രമേ അത്
പെരുമാറുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും കാണുന്നില്ല. യേശു ക്രിസ്തു എല്ലാവരും കാണാത്ത നിലയിൽ, കുറച്ചു പേര് മാത്രം കണ്ട നിലയിലും കഷ്ടമനുഭവിച്ചു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയി ഗെത്സമന തോട്ടത്തിൽ നെടുമ്പാടെ വീണ് തൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം യേശു നമുക്ക് വേണ്ടി ദേഹിയിൽ വേദന അനുഭവിച്ചു. ആദ്യം നമ്മൾ കണ്ടത് ദേഹത്തിലാണ്, ഇപ്പോൾ ദേഹിയിൽ കർത്താവ് വേദന അനുഭവിച്ചു. ഇനി മൂന്നാമത്തെ ഉപകരണം അടുപ്പാണ്. എന്താണ് അടുപ്പെന്ന് പറഞ്ഞാൽ? അത് നമ്മിൽ മിക്കപേരും കണ്ടിട്ടില്ല. ഈ ബേക്കറിയുടെ ബോർമ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെയാണ് ആ ബോർമയുടെ അകത്ത് ഒരു ഓവനുണ്ട്. ഓവൻ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഓവൻ്റെ കാര്യം ചിന്തിച്ചാലും മതി. നമ്മൾ ഓവൻ്റെ അകത്തേക്ക് വെക്കുന്ന സാധനം, അല്ലെങ്കിൽ ബേക്കറിയുടെ കാര്യം നമുക്ക് ചിന്തിക്കാം. ഓവൻ്റെ അകത്തേക്ക് വെക്കുന്ന സാധനം ആരും കാണുന്നില്ല. ആരും കാണുന്നില്ല. ആ സാധനം അകത്തിരുന്ന് വെന്ത് അത് വെളിയിൽ വരുന്നത് വരെ ആരും കാണുന്നില്ല. നമ്മുടെ കർത്താവ് ഓവനിലിരുന്ന് വെന്തത് ആർക്കും കാണാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ആ തീവ്രമായ പരിശോധനയിൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തിയെന്ന് പറയുന്ന ആ തീവ്രമായ പരിശോധനയിൽ ആ സമയം ആർക്കും കാണാൻ കഴിയാതെ വണ്ണമാണ് കർത്താവ് പരിശോധന സഹിച്ചത്. ആർക്കും കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ആത്മാവിൽ കർത്താവ് സഹിച്ച പീഡനങ്ങളാണ്. ഒന്ന്, ദേഹത്തിൽ സഹിച്ച പീഡനങ്ങൾ എല്ലാവർക്കും കാണാൻ കഴിയുമായിരുന്നു. രണ്ട്, ദേഹിയിൽ സഹിച്ച പീഡനങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. മൂന്ന്, ആത്മാവിൽ സഹിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ദേശത്തെല്ലാം അന്ധകാരമുണ്ടായി. ആ അന്ധകാരത്തിൻ്റെ നടുവിൽ കിടന്നുകൊണ്ടാണ് കർത്താവ് ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ഉറക്കെ നിലവിളിക്കുന്നത്. മനസ്സിലായല്ലോ? അത് വേറെ ആർക്കും കാണാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയത്താണ് പിതാവായ ദൈവം പുത്രനോട് ഏർപ്പെട്ടത്. ഓവനിൽ വെച്ച് ആ സാധനം വേകുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ ഓവനിൽ പുത്രൻ വേവുകയായിരുന്നു. അത് നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ എന്തൊക്കെ വേദനയാണ് കർത്താവ് അനുഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഈ ചിന്തകളോടുകൂടി നമുക്ക് കർത്താവിനെ ഇന്ന് രാവിലെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.